കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 5-ാം സർഗം, സുന്ദരകാണ്ഡ 5-ാം സർഗത്തിൽ കണ്ടു ഞാൻ സീതയെ എന്ന് പറഞ്ഞാണ് നിർത്തിയതല്ലേ. അതായത് ഞാൻ സീതയെ കണ്ടു, ലങ്ക ചുട്ട് ഭസ്മാക്കി, രാവണനെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വാനന്മാർക്ക് സന്തോഷമായിട്ട് അവർ വാലൊക്കെ, ചിലർ ഹനുമാൻ്റെ വാല് പോയി ഉമ്മ വെച്ചു, ചിലർ ഉത്സാഹം അടങ്ങാതെ ചാടിക്കളിച്ചു. എല്ലാവരും കൂടി നിന്നിട്ട് ശ്രീരാമനെ കാണാൻ പോവുകയാണ്. ഗച്ഛന്തോ ദദൃശൂർവീരാ വനം സുഗ്രീവരക്ഷിതം മധുസംജ്ഞം തഥാ പ്രാഹുരംഗദം വാനരാർഷഭാഃ. ഗച്ഛന്തഃ വീര, ഈ പോകുന്ന വീരന്മാർ, സുഗ്രീവരക്ഷിതം മധുസംജ്ഞം വനം, അവിടെ സുഗ്രീവൻ്റെ ഒരു നല്ല ഗാർഡൻ ഉണ്ട്, മധുവനം. ആ മധുവനത്തെ ദദൃശു കണ്ടു, പോണ വഴിക്ക്, ശ്രീരാമൻ്റെ അടുത്തേക്ക് പോണ വഴിക്ക് ആ മധുവനം കണ്ടു. സുഗ്രീവൻ്റെ ഒരു ഗാർഡനാണ് കേട്ടോ, ഒരു നല്ലൊരു ഉദ്യാനം. തഥാ വാനരഷഭ, അപ്പം തന്നെ വാനരന്മാർ അംഗദം പ്രാഹു, അംഗദനോട് പറഞ്ഞു. അതായത് ഇവർ ഈ പ്രസ്രവണഗിരിയിലാണല്ലോ ശ്രീരാമൻ ലക്ഷ്മണനോട് കൂടിയിട്ടിരിക്കുന്നത്. അപ്പോൾ സുഗ്രീവനുണ്ട് അവിടെ. പ്രസ്രവണഗിരിയിലേക്ക് പോകുന്ന സമയത്ത് ഈ വാനരന്മാർ സുഗ്രീവൻ്റെ കീഴിലുള്ള ആ മധുവനം, അത് ഒരുപാട് ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ ഉള്ള നല്ലൊരു ഉദ്യാനം കണ്ടപ്പോൾ വാനരന്മാരെ അംഗദനോട് പറഞ്ഞു. എന്താ പറഞ്ഞ്? ഗച്ഛന്തോ ദദൃശുർവീരാവനം സുഗ്രീവരക്ഷിതം മധുസംജ്ഞം തഥാ പ്രാഹുരംഗദം വാനരർഷഭാഃ. ക്ഷുധിതാഃ സ്മോ വയം വീരാ ദേഹ്യനുജ്ഞം മഹാമതേ ഭക്ഷയാമ ഫലാന്യദ്യ പിബാമോ മൃതവന്മധു. വീര, അതായത് അംഗദനോട് പറയുകയാണ്, ബാക്കി വാനന്മാരെ, അംഗദ, വീര, വയം ക്ഷുധിതാഹസ്മ, ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ, ഭയങ്കര വിശപ്പാണ് ഞങ്ങൾക്ക്. മഹാമതേ, ഹേ ബുദ്ധിശാലിയായിട്ടുള്ള, മതി പറഞ്ഞ ബുദ്ധിയാണല്ലോ, അപ്പോൾ മഹാമതേ പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ആളെ. അനുജ്ഞ, അത് ഞങ്ങൾ അനുജ്ഞം ദേഹി, ഞങ്ങൾക്ക് സമ്മതം നൽകിയാലും. എന്തിന്? അദ്യ ഫലാനി ഭക്ഷയാമ, ഈ മധുവനത്തിലത്തെ ഫലങ്ങളൊക്കെ ഭക്ഷിക്കാനുള്ള അനുവാദം തരൂന്ന്. അമൃതവത് വധു പിബാമ, അമൃതം എന്ന പോലെ മധുപാനം ചെയ്യട്ടെ. അവർക്ക് അത്ര വിശപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു, ഹേ അംഗദ, ഞങ്ങൾക്ക് വിശന്നും ദാഹവും സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ബുദ്ധിശാലിയായിട്ടുള്ള അംഗദ സമ്മതം തരൂ ഞങ്ങൾക്ക്. ഞങ്ങളിപ്പോൾ ഈ മധുവനത്തിലത്തെ ഫലങ്ങളൊക്കെ ഭക്ഷിക്കുകയും അമൃതം പോലെ സ്വാദുള്ള തേന് കുടിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ക്ഷുധിതാഃ സ്മോ വയം വീരാ ദേഹ്യനുജ്ഞം മഹാമതേ ഭക്ഷയാമാമ ഫലാന്യദ്യ പിബാമോ മൃതവന്മധു. സന്തുഷ്ടാ രാഘവം ദ്രഷ്ടും ഗച്ഛാമോ ദൈവ സാനുജം. സന്തുഷ്ട, നല്ല സന്തോഷത്തോടു കൂടിയവരായിട്ട് സാനുജൻ രാഘവൻ ദ്രഷ്ടും, അനിയനോട് കൂടിയ രാഘവനെ കാണാനായിക്കൊണ്ട് അദ്യവ ഗച്ഛാമ, ഇപ്പോൾ തന്നെ നമുക്ക് പോകാം. അപ്പോൾ പറഞ്ഞു, വിശപ്പും ദാഹവും അങ്ങോട്ട് തീർത്തിട്ട് നമുക്ക് സന്തോഷമായിട്ട്, ഇപ്പോൾ വിശന്നിട്ട് പൊരിയുണ്ട്, അപ്പോൾ ഇത്രയും സന്തോഷമുണ്ട് ഹനുമാൻ തിരിച്ചു വന്നിട്ട്. എന്നാലും ആ വിശപ്പും കൂടി ഉണ്ടേ. അപ്പോൾ വിശപ്പും കൂടി മാറിയാൽ പൂർണ്ണ സന്തോഷമാരന്മാരായിട്ട് നമുക്ക് ലക്ഷ്മണ സഹിതനായിട്ടുള്ള രാമനെ ഇതൊക്കെ കഴിച്ചിട്ട് കാണാൻ പോവാം എന്ന് പറഞ്ഞു. കാരണം അവർക്ക് അത്ര വിശക്കുണ്ടേ. സന്തുഷ്ടാരാഘവം ദ്രഷ്ടും ഗച്ഛാമോദ്യൈവ സാനുജം. അപ്പോൾ അടുത്തത് അംഗദ ഉവാച. അപ്പം അംഗദം പറഞ്ഞു, ഹനുമാൻ കൃതകാര്യോയം പിബദൈതൽ പ്രസാദതഃ ജക്ഷധ്വം ഫലമൂലാനി ത്വരിതം ഹരിസത്തമാ. അതോ ഹരിസത്തമാഹ, അയം ഹനുമാൻ കൃതകാര്യം, ഈ ഹനുമാൻ കാര്യം സാധിച്ച്, ഏതൽ പ്രസാദത, ഈ ഭഗവാൻ ഇവൻ്റെ പ്രസാദത്താൽ, ഹരിസത്തമാ, ഹേ വാനരോത്തമന്മാരെ, ഫലമൂലാനി ത്വരിതം ജക്ഷധ്വം, ഫലമൂലങ്ങളെ നിങ്ങൾ വേഗം തിന്നു, എന്നിട്ട് വേണം ശ്രീരാമനെ കാണാൻ പോകാൻ.
അപ്പോൾ അങ്കദൻ പറഞ്ഞു, ഹേ വാനരോത്തമന്മാരെ, നമ്മളുടെ കാര്യം സാധിച്ചു വന്ന ഈ ഹനുമാൻ്റെ അനുഗ്രഹം കാരണം നിങ്ങളെല്ലാവരും ധാരാളം ഫലമൂലാദികളൊക്കെ ഭക്ഷിച്ചോളൂ. ഹനുമാനെക്കുറിച്ചുള്ള സന്തോഷമാണ് എൻ്റെ അതായത് ഹനുമാൻ കാര്യം സാധിച്ചു വന്നതിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട്, അതിൻ്റെ ഒരു ആഘോഷമായിട്ട് നിങ്ങൾ പോയി കഴിച്ചോളൂ പറഞ്ഞു. ഹനുമാൻ കൃതകാര്യോയം പിബദൈതൽ പ്രസാദിത. എനിക്ക് അത്ര സന്തോഷമായിരുന്നു. അതാണ് പ്രസാദത, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളോട് പോയി കഴിച്ചോളൂ പറയണമെന്നാണ്. ജക്ഷധ്വം ഫലമൂലാനി ത്വരിതം ഹരിസത്തമാഹ. ഇനി 22 23. തത പ്രവിശ്യ ഹരയ പാതുമാരേഭിരേ മധു ദക്ഷിണസ്ഥാനനാദൃത്യ ദധിവക്ത്രേണ നോദിതാൻ പിബതസ്താടയാമാസുർ വാനരാൻ വാനരർഷഭാഃ തതസ്താൻ മുഷ്ടിഭിഃ പാദൈശ്ചൂർണയിത്വാ പപുർമധു. തതഃ ഹരയഃ പ്രവിശ്യ. അതിനുശേഷം ഹരി പറഞ്ഞപ്പെട്ട വാനരന്മാരെ പ്രവേശിച്ചിട്ട് മധുവനത്തിലെ മധുപാതും ആരേഭിരെ മധുപാനം ചെയ്യാൻ ആരംഭിച്ചു. ദധിവക്ത്രേണ നോദിതാൻ താൻ ദക്ഷിണ അനാദൃത്യ. ദധിമുഖൻ എന്ന് പറഞ്ഞിട്ട് കുരഞ്ഞനാണ് ആ ഉദ്യാനം കാത്തു രക്ഷിക്കുന്നത്. അയാൾ പറയണമെന്നും കേൾക്കാതെ, അയാളെ അവഗണിച്ചിട്ട്, അല്ലെങ്കിൽ അയാൾ ആദരിക്കാതെ എന്ത് ചെയ്തു? അതാണ് ദക്ഷിണ അനാദൃത്യ. കാത്തു സൂക്ഷിക്കണ അതിൻ്റെ കാവക്കാരനായിട്ടുള്ള ദധിമുഖനെ ആദരിക്കാതെ പിബത വാനരാൻ, ഈ മധു കുടിക്കണ തേന് കുടിക്കണ വാനരന്മാരെ വാനരഷഭാഹ താടയാമാസു. അപ്പോൾ അവിടെ കാവൽ നിൽക്കണവരൊക്കെ ഈ തേന് അവരരുത് പറഞ്ഞിട്ട് തേന് കുടിച്ചപ്പോൾ അവരെ അടിച്ചു. തതഹ താൻ അനന്തരം അവരെ മുഷ്ടിഭീ പാതേ, മുഷ്ടികൾ കൊണ്ടും പാദങ്ങൾ കൊണ്ടും ചൂർണയിത്വ പൊടിയാക്കിയിട്ട്, അപ്പോൾ അവർ അങ്ങോട്ട് അടിച്ചിട്ട് അവരെ സൈലൻസ് ചെയ്തു. അതായത് അവർ വീഴ്ത്തിയിട്ടിട്ട് ഇവരെ സന്തോഷവും വിശപ്പും കാരണം അതൊന്നും കൂട്ടാക്കാതെ മധു കുടിച്ചു തേനെ. അതാവും അങ്കദൻ്റെ അനുവാദത്തോടു കൂടിയതാണല്ലോ, അപ്പോൾ അവർക്ക് പേടിയില്ല. അങ്കദൻ്റെ അനുവാദത്തോടു കൂടി മധുവനത്തിൽ കടന്നു. അപ്പോൾ ഈ ഉദ്യാനം കാത്തു രക്ഷിക്കുന്ന ദധിമുഖൻ ആൾക്കാരെയൊക്കെ അയച്ചിട്ട് അരുത പറഞ്ഞു. അപ്പോൾ മുടക്കാൻ വന്ന കാവക്കാരെയൊക്കെ വാനര ഈ മധുപാനം ചെയ്യാൻ വന്ന വാനരന്മാരെ അവരെയൊക്കെ അടിച്ചു. അപ്പോൾ അതായത് അവർ വന്ന് ഇവരെ അടിച്ചു വാനരന്മാരെ. അപ്പോൾ നല്ല ശക്തിയുള്ള വാനരന്മാർ വന്ന് ആ കാവൽക്കാരെയൊക്കെ അങ്ങടും അടിച്ചു. എന്നിട്ട് അവർ നല്ലോണം എല്ലാവരും തേനും മധുപാനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയല്ല, അവരുടെ കുറ്റല്ല, അവരെ കാവലിന് നിർത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അങ്കദൻ സമ്മതം കൊടുത്ത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ വന്ന് മധുപാനം ചെയ്തപ്പോൾ അവർ തടുത്തിട്ട് ഇവരെ അടിച്ചു. വാനന്മാരെ പോകാൻ പറഞ്ഞ കൂട്ടാക്കണില്ല, അപ്പോൾ അടിച്ചു. അപ്പോൾ അതിലത്തെ ശക്തിയുള്ള വാനന്മാരെ അവരെ അടിച്ചിട്ടു. എന്നിട്ട് അവരിഷ്ടം പോലെ കുടിച്ചു. തതപ്രവിശ്യ ഹരയ പാതുമാരേഭിരേ മധു ദക്ഷിണസ്ഥാനനാദൃത്യ ദധിവക്ത്രേണ നോദിതാൻ പിബതസ്താടയാമാസുർവാനരാൻ വാനരർഷഭാഃ തതസ്താൻ മുഷ്ടിഭി പാദൈ ചൂർണയിത്വാ പപുർമധു. എന്നിട്ട് സുഖമായിട്ട് കുടിച്ചു അവരെ വീഴ്ത്തിയിട്ടിട്ടേ. തതോ ദധിമുഖ ക്രുദ്ധ സുഗ്രീവസ്യ സമാതുല ജഗാമരക്ഷിഭിഃ സാർദ്ധം യത്ര രാജാ കപീശ്വരഃ. തഥാ സുഗ്രീവസ്യ മാതുലഃ സ ദധിമുഖ. അപ്പോൾ സുഗ്രീവൻ്റെ അമ്മാമനായിട്ടുള്ള ആ ദധിമുഖൻ, അതിന് കാവൽ നിർത്തിയിരുന്ന ആളെ കോപിച്ചു, ക്രുദ്ധനായിട്ട് രക്ഷഭീ സാർത്ഥം, ഈ ഒപ്പുള്ള ബാക്കി കാവൽക്കാരോട് കൂടി രാജ കപീശ്വരായ എത്ര ജഗാമ, വേഗം സുഗ്രീവനോട് ഇത് പറയാൻ വേണ്ടിയിട്ട് ആ വാനന്മാരെ ഞങ്ങൾ തടുത്തിട്ടും അത് കൂട്ടാക്കാതെ, അങ്കദൻ്റെ സമ്മതം ഉണ്ടോയെന്ന് അറിഞ്ഞിട്ടുമില്ല, വാനന്മാർ ഞങ്ങൾ തടുത്തിട്ടും കൂട്ടാക്കാതെ മധുവനം മുഴുവനും അടിച്ച് തുടച്ച് ഫലമൂലാദികൾ തിന്നുകയും മധു ഭക്ഷിക്കുകയൊക്കെ ചെയ്യണു, മധുപാനം ചെയ്യുകയൊക്കെ ചെയ്യണമെന്ന് ബാക്കി ദധിമുഖന് ദേഷ്യം വന്നിട്ട്, ഈ കാവൽക്കാരനിൽ ചീഫാണ്, ദേഷ്യം വന്നിട്ട് കൂടുള്ള കാവൽക്കാരെയും കൂട്ടി സുഗ്രീവൻ്റെ അടുത്ത് പോയിട്ട് പറയാൻ വേണ്ടിയിട്ട് ചെന്നു. പിന്നെ ഇവരിങ്ങനെ ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ കുടിച്ചു എന്ന് പറയാൻ. തതോ ദധിമുഖക്രുദ്ധ സുഗ്രീവസ്യ സമാതുല ജഗാമരക്ഷിഭിഃ സാർദ്ധം യത്ര രാജ
കപീശ്വര, കപീശ്വരൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ സുഗ്രീവൻ്റെ അടുത്തേക്ക് പോയി. ഗത്വാ തമബ്രവീദ്ദേവ ചിരകാലാഭിരക്ഷിതം നഷ്ടം മധുവനം തേദ്യ കുമാരേണ ഹനുമത. അപ്പം പറഞ്ഞു അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഗമിച്ചിട്ട് അബ്രവീദ്, അതായത് സുഗ്രീവനോട് പറഞ്ഞു ദധിമുഖനും കൂട്ടുകാരി, ദേവാ, ഹേ മഹാരാജാവേ, ചിരകാലാഭിരക്ഷിതം തേ മധുവനം, എത്രയോ കാലമായിട്ട് നല്ലോണം സൂക്ഷിച്ച് കാത്തുരക്ഷിച്ച ആ മധുവനം അദ്യ ഇപ്പോൾ കുമാരേണ ഹനുമത നഷ്ടം, അങ്കദനാലും അങ്ങയുടെ ബാലിയുടെ മകനായിട്ടുള്ള അങ്കദകുമാരനാലും ഒക്കെ നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അതായത് സുഗ്രീവൻ്റെ അടുത്ത് എന്നിട്ട് നമസ്കരിച്ചിട്ട് ദധിമുഖൻ പറയുകയാണ്, ഹേ രാജാവേ, എത്രയോ കാലമായിട്ട് അങ്ങയാൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അങ്ങയുടെ മധുവനത്തെ ഇതാ അപ്പോൾ യുവരാജാവായിട്ടുള്ള അങ്കദനും ഹനുമാനും കൂടി നശിപ്പിച്ചിരിക്കണു എന്ന് പറഞ്ഞു. ഗത്വാ തമബ്രവീദ്ദേവ ചിരകാലാഭിരക്ഷിതം നഷ്ടം മധുവനം തേദ്യ കുമാരേണ ഹനുമത. അപ്പോൾ അടുത്ത 2 ശ്ലോകത്തെ എന്താ പറയുന്നത്? ശ്രുത്വാ ദധിമുഖേനോക്തം സുഗ്രീവോ ഹൃഷ്ടമാനസം ദൃഷ്ട്വാ ഗതോ ന സന്ദേഹം സീതാം പവനനന്ദന നോചേൻ മധുവനം ദ്രഷ്ടും സമർത്ഥം കോ ഭവേന്മമ തത്രാപി വായുപുത്രേണ കൃതം കാര്യം ന സംശയ. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സുഗ്രീവന് സന്തോഷമാവുക ചെയ്തത്. എന്താ കാരണം? നമുക്ക് നോക്കാം. ദധിമുഖേന ഉക്തം ശ്രുത്വ, ദധിമുഖൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ഹൃഷ്ടമാനസ സുഗ്രീവ, സന്തോഷിച്ച മനസ്സോടുകൂടിയ സുഗ്രീവൻ ഹൃഷ്ടമാനസനായി, അതായത് സന്തോഷമായി. എന്നിട്ട് ആഹ പറഞ്ഞു, പവനനന്ദന സീതാം ദൃഷ്ട്വ ആഗത, തീർച്ചയായിട്ടും വായുപുത്രൻ സീതയെ ദർശിച്ച് വന്നതാണെന്ന് ഉറപ്പാണ്. എന്ന സന്ദേഹ, സംശയമില്ല. നോ ചേത്, അല്ലെങ്കിൽ മമ മധുവനം ദൃഷ്ടും, എൻ്റെ മധുവനത്തെ കയറാനും സമർത്ഥ കാ ഭവേത്, അല്ലെങ്കിൽ ആ സന്തോഷം അങ്ങനെ കാര്യം സാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മധുവനത്തിൽ കയറാൻ ഒരാൾക്കും ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. ആരാണ് സമർത്ഥനായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? ആരും കയറില്ല. ഇല്ലെങ്കിൽ തത്രാപി, അതിലും വെച്ച് വായുപുത്രേണ കാര്യം കൃതം ന സംശയ, വായുപുത്രനാൽ ആ കാര്യം സാധിച്ചു എന്നുള്ളത് ഉറപ്പാണ് എന്ന് വെച്ചാൽ അവരുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലായി. സന്തോഷം കൊണ്ടാണ് അവരെ ചെയ്തതെന്ന്. എന്താ അറിയോ? ദധിമുഖൻ പറഞ്ഞു, ഇതവരിങ്ങനെ ഞങ്ങൾ പറയണത് കേൾക്കാതെ അതൊക്കെ നശിപ്പിച്ചു, അങ്കദനും യുവരാജായിട്ടുള്ള അങ്കദനും ഹനുമാനും കൂട്ടുന്ന പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. എന്താ അറിയോ? വായുപുത്രനായിട്ടുള്ള ഹനുമാൻ സീതയെ കണ്ട് മടങ്ങിയെന്ന് ഉറപ്പാണ്. അങ്ങനെ അല്ല വച്ചാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ മധുവനത്തിനെ തിരഞ്ഞു നോക്കുവാൻ പോലും അവർക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് കാര്യം സാധിച്ചു വന്നതുകൊണ്ട് മാത്രമാണ് അവർ മധുവനത്തിൽ കയറി ഇതൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ അവർക്ക് അതിനൊന്നും ധൈര്യം ഉണ്ടാവില്ല അങ്ങനെ ചെയ്യാൻ എന്നെനിക്ക് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. വിശേഷിച്ചും ഈ കാര്യം സീതാദർശനം സാധിച്ചത് ഹനുമാൻ തന്നെയാവുന്ന ഉറപ്പാണ്. ഹനുമാനും കൂടിയില്ലോ അപ്പോൾ അതിൽ കയറാൻ മധുവനത്തിലെ. അപ്പോൾ ഉറപ്പായി ഹനുമാൻ പോയി സീതയെ കണ്ടുവന്ന സന്തോഷം കൊണ്ടാണ് ഇവർ ചെയ്തതെന്ന്. അവർ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ ഒരിക്കലും അവർ മുതിരില്ല എന്നറിയാം സുഗ്രീവനെ. അപ്പോൾ ശരിക്കും പറയാച്ച സന്തോഷമായി, ഹനുമാൻ കാര്യം സാധിച്ചു വന്നിട്ടുണ്ടാവുമെന്ന് ഊഹിക്കാൻ പറ്റി. ശ്രുത്വാ ദധിമുഖേനോക്തം സുഗ്രീവോ ഹൃഷ്ടമാനസ ദൃഷ്ട്വാ ഗതോ ന സന്ദേഹ സീതാം പവനനന്ദന നോചേൻ മധുവനം ദ്രഷ്ടും സമർത്ഥക്കോ ഭവേന്മമ തത്രാപി വായുപുത്രേണ കൃതം കാര്യം ന സംശയ. ശ്രുത്വാ സുഗ്രീവവചനം ഹൃഷ്ടോ രാമസ്തമബ്രവീദ് കിമുച്യതേ ത്വയാ രാജൻ വച സീതാകഥാന്വിതം. സുഗ്രീവചനം ശ്രുത്വ, സുഗ്രീവൻ പറഞ്ഞത് കേട്ടിട്ട് ഹൃഷ്ടരാമ, സന്തോഷിച്ച രാമൻ, ഹൃഷ്ട രാമ, സന്തോഷത്തോടൊരു രാമൻ, തം അബ്രവീദ്, സുഗ്രീവനോട് പറഞ്ഞു, രാജൻ, ഹേ കവിരാജാവേ, സീതാകഥാന്വിതം കിം വച ത്വയാ ഉച്യതേ, സീതയുടെ കഥയോട് ചേർന്നതായ ഏതൊരു വാക്കങ്ങയാൽ പറയപ്പെട്ടു. എന്താ വെച്ചിട്ടുണ്ടോ? സുഗ്രീവൻ ഇങ്ങനെ ദധിമുഖനോടാണല്ലോ പറഞ്ഞത്. ആ സുഗ്രീവൻ്റെ മധുവനത്തിൻ്റെ കാവൽക്കാരനായ ദധിമുഖനാണ് പറഞ്ഞത്. അപ്പോൾ സുഗ്രീവൻ ദധിമുഖനോട് പറഞ്ഞു കേട്ടിട്ട് രാമനും സന്തോഷമായി. അപ്പം ചോദിച്ചു, ഹേ സുഗ്രീവ രാജാവേ, കവികളുടെ രാജാവായിട്ടുള്ള സുഗ്രീവ, സീതയുടെ സീതയെ മെൻഷൻ ചെയ്യുന്നത് കേട്ടു. അതായത് സീതയുടെ കഥയോട്
സീതയെ മെൻഷൻ ചെയ്ത് അങ്ങ് പറഞ്ഞുവല്ലോ, സീത എന്നുള്ള വാക്കൊക്കെ പറഞ്ഞുവല്ലോ, അങ്ങനെ സീതയുടെ കഥയോട് ചേർന്നതായിട്ടുള്ള വാക്ക് അങ്ങ് പറഞ്ഞുവല്ലോ, അതെന്താ തെളിച്ചു പറയൂന്ന് പറഞ്ഞു. ശ്രീരാമനും ഭയങ്കര ഉദ്വേഗമുണ്ട്. എല്ലാം അറിയാം, ശ്രീരാമന് നടിക്കുകയാണ്, എന്തായാലും ശ്രീരാമനെ അറിയണമെന്നുണ്ടല്ലോ. അപ്പോൾ ശ്രുത്വാ സുഗ്രീവവചനം ഹൃഷ്ടോ രാമസ്തമബ്രവീത് കിമുച്ചതേ ത്വയാ രാജൻ വച സീതാ കഥാന്വിതം. സീതയെപ്പറ്റി എന്താ പറഞ്ഞത് നമ്മളങ്ങനെ ചോദിക്കുമല്ലോ, എന്തേ പറഞ്ഞ സീതയെപ്പറ്റി എന്തോ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. ഇനി അടുത്തത് 1, 2, 3, 4, 5, 6 ശ്ലോകം ഒന്നിച്ചാട്ടോ. സുഗ്രീവസ്തബ്രവീദ്വാക്യം ദേവദൃഷ്ടാവനീസുതാ ഹനുമൽ പ്രമുഖ സർവേ പ്രവിഷ്ട മധുകാനനം ഭക്ഷയന്തി സ്മ സകലം താടയന്തി സ്മ രക്ഷിണഃ അകൃത്വാ ദേവകാര്യം തേ ദ്രഷ്ടും മധുവനം മമ ന സമർത്ഥാസ്തതോ ദേവി ദൃഷ്ടാസീതേതി നിശ്ചിതം രക്ഷിണോ വോ ഭയം മാസ്തു ഗത്വാ ബ്രൂതമമാജ്ഞയാ വാനരാനംഗതമുഖാനാനയധ്വം മമാന്തികം ശ്രുത്വാ സുഗ്രീവവചനം ഗത്വാ ദേവായുവേഗതാ ഹനുമൽ പ്രമുഖാനൂചുർഗച്ഛതേശ്വരശാസനാൽ ദ്രഷ്ടുമിച്ഛതി സുഗ്രീവ സരാമോ ലക്ഷ്മണന്വിതഃ യുഷ്മാനദീവ ഹൃഷ്ടാസ്തേ ത്വരയന്തി മഹാബലാഃ തഥേത്യംബരമാസാദ്യ യയുസ്തേ വാനരോത്തമ. നമുക്കിതിൻ്റെ മുഴുവൻ അർത്ഥം നോക്കാം. സുഗ്രീവ തു വാക്യം അബ്രവീത്. സുഗ്രീവനാകട്ടെ എന്താ പറഞ്ഞ, സുഗ്രീവൻ ഇപ്രകാരം പറഞ്ഞു. തു വാക്യം അബ്രവീത്. ഇങ്ങനെ കൃഷ്ണൻ ചോദിച്ചല്ലോ, രാമൻ ചോദിച്ചല്ലോ, എന്താ സീതയെപ്പറ്റി എന്തോ പറഞ്ഞുല്ലോ, എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ദേവ അവനീസുത ദൃഷ്ട. ഹേ ശ്രീരാമദേവ, സീത കാണപ്പെട്ടു, തീർച്ചയാണെന്ന്. ഹനുമൽ പ്രമുഖ സർവേ, ഹനുമാൻ മുതലായിട്ടുള്ള എല്ലാ വാനര പ്രമുഖന്മാരും മധുകാനനം പ്രവിഷ്ട, മധുവനത്തെ പ്രവേശിച്ചിരിക്കുന്നു. സകലം ഭക്ഷയന്തി സ്മ, എന്നിട്ട് എല്ലാം കഴിക്കേണ്ടത്ര അവരെ, പാവം കുറേ കാലമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. രക്ഷിണഃ താടയന്തി സ്മ, അതായത് അത് രക്ഷിക്കുന്ന ഈ ഉദ്യാനപാലകന്മാരെയൊക്കെ അടിച്ചു അത്രേ. ദേവകാര്യം അകൃത്വ, ദേവകാര്യം അതായത് അങ്ങയുടെ കാര്യം സാധിക്കാതെ അല്ലെങ്കിൽ അങ്ങയുടെ കാര്യം ചെയ്യാതെ മമ മധുവനം ദൃഷ്ടും ന സമർത്ഥ, ഒരിക്കലും അവരുടെ മധുവനത്തിൽ കയറാൻ സമർത്ഥന്മാരല്ല, കയറില്ല എന്ന്. തതഃ സീതാദേവി ദൃഷ്ടുവ ഇതി നിശ്ചിതം, അതുകൊണ്ട് അവർ സീത കണ്ടുന്നുള്ള കാര്യം ഉറപ്പായി. രക്ഷിണഃ വാ ഭയം മാ അസ്തു. ഹേ രക്ഷികളെ, നിങ്ങൾക്ക് ഭയം വേണ്ട. അവരോട് പറയാം, ദതിമുഖൻ്റെ ആൾക്കാരോട്. ഗത്വ മമ ആജ്ഞയ ബ്രൂത, പോയിട്ട് എൻ്റെ ആജ്ഞ അവരെ അറിയിക്കുന്ന, എൻ്റെ ആജ്ഞ പറയൂ. അങ്കദമുഖാൻ വാനരാൻ, അങ്കദൻ മുതലായ വാനരന്മാരെ മമ അന്തികമാനയത്വം, ഇങ്ങോട്ട് വരാൻ പറയൂ, എൻ്റെ സമീപത്തേക്ക് വരാൻ പറയൂ. സുഗ്രീവവചനം ശ്രുത്വ, സുഗ്രീവൻ്റെ ഈ വാക്കിനെ കേട്ടിട്ട് വായുവേഗേന ഗത്വ, അവർ ഉദ്യാനപാലകന്മാർ വേഗം പോയി, അവർ വായുവേഗത്തിൽ പോയിട്ട് തേ ഹനുമൽ പ്രമുഖാൻ ഊജു, ഹനുമാൻ അങ്കദൻ എന്നിവരോട് പ്രമുഖന്മാരോട് പറഞ്ഞു. ഈശ്വരശാസനാത് ഗച്ഛത, ഞാൻ രാജകൽപ്പന, സുഗ്രീവൻ്റെ കൽപ്പന പ്രകാരം നിങ്ങൾ അങ്ങോട്ട് പൊക്കോളൂ, അതായത് നിങ്ങളോട് വരാൻ പറയുന്നുണ്ട്. സുഗ്രീവൻ്റെ കൽപ്പന അനുസരിച്ച് നിങ്ങൾ അങ്ങോട്ട് പോവൂ സുഗ്രീവൻ്റെ അടുത്തേക്ക്. ലക്ഷ്മണാന്വിത സ രാമ സുഗ്രീവ, ലക്ഷ്മണനോടും രാമനോടും കൂടിയ സുഗ്രീവൻ യുഷ്മാൻ ദ്രഷ്ടും ഇച്ഛതി, നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു. അതീവ ഹൃഷ്ട മഹാബലാഹ തേ ത്വരയന്തി, അതുകൊണ്ട് അത്യന്തം സന്തുഷ്ടന്മാരും മഹാബലവാന്മാരുമായി അവർ ബന്ധപ്പെടുന്നു, അവർക്ക് നിങ്ങളെ കാണാൻ ധൃതി ചെയ്യുന്ന ഇവരറിയാനേ. തഥാ ഇതി അമ്പരം ആസാദ്യ, ശരി എന്ന് പറഞ്ഞ് അവർ ഒറ്റ ചാട്ടം, അതായത് അമ്പരം ആസാദ്യ പറഞ്ഞു, ആകാശത്തു കൂടെ അങ്ങോട്ട് ചാടാൻ തുടങ്ങി അവർ. എന്നിട്ടോ വാനരോത്തമ തേ വയു, വാനരശ്രേഷ്ഠന്മാരായ അവർ നേരെ പോയി, വേഗം പോയി. പറഞ്ഞ ഉടനെ അതോ എന്താ വെച്ചാൽ സുഗ്രീവൻ രാമനോട് പറഞ്ഞു, ഹേ ശ്രീരാമഭഗവാനെ, ഹനുമാൻ മുതലായ സീതയെ കണ്ടുവന്നിരിക്കുന്നു എന്ന് ഉറപ്പാണ്. അവരെല്ലാം മധുവനത്തിൽ പ്രവേശിച്ചിട്ട് ഫലമൂലാദികളും മധുവും ഒക്കെ പാനം ഫലമൂലാദികൾ ഭക്ഷിക്കുകയും മധുപാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് തടസ്സപ്പെടുത്തിയിട്ടുള്ള ആ ഉദ്യാനപാലകന്മാരെ അടിക്കും ചെയ്തിരുന്നു. അതുകൊണ്ട് ദേവകാര്യം സാധിക്കാതെ മധുവനത്തെ തിരിഞ്ഞു നോക്കുപോലും ചെയ്യാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല.
അപ്പോൾ അങ്ങയുടെ കാര്യം സാധിച്ചു വന്നു എന്ന് ഉറപ്പാണ്, അല്ലെങ്കിൽ അതിവർ ചെയ്യില്ല. അതുകൊണ്ട് സീതാദേവിയെ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് നിശ്ചയമാണ്. എന്നിട്ട് പിന്നെ അത് ശ്രീരാമനോട് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പിന്നെ ആ വനപാലകന്മാരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ശിക്ഷിക്കണമൊന്നുമില്ല, നിങ്ങൾക്ക് തടുക്കാൻ കഴിഞ്ഞില്ല വെച്ചിട്ട് ഒന്നും പേടിക്കണ്ട, ഒരു പേടിയും വേണ്ട, വേഗം ചെന്ന് അവരോട് ആ വാനപ്രഭന്മാരോട് ഞാൻ കൽപ്പിക്കുന്നതായി പറയൂ. എന്ത്? ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും അവരെ. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാനെന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവരൂ പറഞ്ഞു. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവർക്ക് സമാധാനമായി. അവർ വേഗം പോയി ഹനുമാനോടും അങ്കദനോടും ബാക്കി പ്രമുഖരായിട്ടുള്ള വാനരോടും പറഞ്ഞു, രാജാവ് കൽപ്പിച്ചിരിക്കണു, നിങ്ങൾ വേഗം പോയി രാമനെയും ലക്ഷ്മണനെയും കൂടെയുള്ള സുഗ്രീവനെ പോയി കാണൂ. അവർക്ക് നിങ്ങളെ കാണാൻ ധൃതിയായിട്ടിരിക്കുകയാണ്. അവർ നിങ്ങളെ കാണാൻ വേണ്ടി ശരിക്കും അത്ര കാത്തിരിക്കുകയാണ്. അവർക്ക് നല്ല സന്തോഷമാണ്, കാരണം നിങ്ങൾ കാര്യം സാധിച്ചിട്ടുണ്ടാവും എന്ന് ഊഹിച്ചിട്ട്. അതുകൊണ്ട് വേഗം നിങ്ങളെ കാണാൻ അവർ ആഗ്രഹിച്ചിരിക്കേണ്ട അവരുടെ അടുത്തേക്ക് പോകുന്നു. ഇങ്ങനെ ദതിമുഖൻ പറഞ്ഞപ്പോൾ ആ വാനരശ്രേഷ്ഠന്മാരെ എല്ലാവരും ആകാശത്തിൽ കൂടെ ശീഘ്രം വേഗം കൂടെ ശ്രീരാമൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ സുഗ്രീവൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചാടി. അപ്പോൾ നമുക്ക് ഈ 6 ശ്ലോകം വായിക്കാം കേട്ടോ. സുഗ്രീവസ്ത്വബ്രവീദ്വാക്യം ദേവ ദൃഷ്ടാവനീസുത. കണ്ടിട്ടുണ്ടാവും, അവനീസുത വെച്ചാൽ സീത അല്ലേ, ഭൂമിയുടെ മകളാണല്ലോ. ഹനുമൽ പ്രമുഖ സർവേ പ്രവിഷ്ട. മധുകാനനം പ്രവേശിച്ചെന്ന് തന്നെ മനസ്സിലാക്കാമെന്ന്. ഭക്ഷയന്തി സ്മ സകലം താടയന്തി സ്മ രക്ഷിണഃ അകൃത്വ ദേവകാര്യം തേ ദ്രഷ്ടും മധുവനം മമ. ദേവകാര്യം സാധിക്കാതെ അവർ മധുവനത്തിനെ ഒന്ന് നോക്കുക പോലുമില്ല. അത്ര അറിയാൻ അവർ ദേവകാര്യം സാധിച്ച സന്തോഷത്തിലാണ് അവർ ചെയ്തത്. ന സമർത്ഥാസ്തോ ദേവി ദൃഷ്ടാസീതേതി നിശ്ചിതം രക്ഷിണോ വോ ഭയം മാസ്തു ഗത്വാ ബ്രൂത മമാജ്ഞയാ വാനരാംഗദമുഖാൻ ആനയത്വം മമാന്തികം ശ്രുത്വാ സുഗ്രീവവചനം ഗത്വാ തേ വായുവേഗത. ഹനുമൽ പ്രമുഖാനൂചുർ ഗച്ഛതേശ്വരശാസനാൽ. ഈശ്വരശാസനം കൊണ്ടേ ദ്രഷ്ടുമിച്ഛതി സുഗ്രീവ സരാമോ ലക്ഷ്മണാന്വിതഃ യുഷ്മാൻ അതീവ ഹൃഷ്ടാസ്തേ ത്വരയന്തി മഹാബലാഹ. അവർക്കൊക്കെ മഹാബലവാന്മാരായിട്ടുള്ള സുഗ്രീവനും രാമനും പിന്നെ ലക്ഷ്മണനും നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതാണ് ത്വരയന്തി, ധൃതി പിടിച്ചിരിക്കുക നിങ്ങളെ കാണാൻ. തഥേത്യംബരമാസാദ്യ യയുസ്തേ വാനരോത്തമാഹ. അപ്പോൾ ഈ വാനരോത്തമന്മാരൊക്കെ അമ്പരം വഴി മീൻസ് ശരിക്കും ചാടി ഇങ്ങോട്ട് ആകാശത്തു കൂടെ ചാടി എത്താൻ വേണ്ടിയിട്ടേ അങ്ങനെ ചെയ്തു എന്നാണ്. ഇനി നമുക്ക് 15 ചെയ്യാം. നോക്കട്ടെ കേട്ടോ. അതെ, 15-ാമത്തെയാണ്. അല്ല 35-ാമത്തെ. ഹനുമന്തം പുരസ്കൃത്യ യുവരാജം തഥാംഗദം രാമസുഗ്രീവയോരഗ്രേ നിപേതുർഭുവി സത്വരം. ഹനുമന്തം തഥാ യുവരാജം അംഗദം പുരസ്കൃത്യ. ഹനുമാനെയും അതേപോലെ തന്നെ അംഗദനെയും മുമ്പിൽ നിർത്തിയിട്ട് രാമസുഗ്രീവയോഹോ അഗ്രേ, രാമസുഗ്രീവന്മാരുടെ മുൻപിൽ ഭുവി സത്വരം നിപേതു. ഭൂമിയിൽ വേഗം അങ്ങോട്ട് ചാടി അവിടെ മുമ്പിലെത്തിയെന്ന്. അതായത് ഹനുമാനെ ഏറ്റവും മുമ്പിൽ ഹനുമാൻ, പിന്നെ അംഗദൻ. ഹനുമാനെയും യുവരാജാവായ അംഗദനെയും മുമ്പിൽ നിർത്തിയും കൊണ്ട് വാനരന്മാരെല്ലാവരും കൂടി ശ്രീരാമൻ്റെയും സുഗ്രീവൻ്റെയും മുമ്പ് ഭൂമിയിൽ ചെന്ന് വീണങ്ങോട്ട് നമസ്കരിച്ചു. ഇനി ഹനുമാൻ പറയും അല്ലേ കണ്ട കാര്യം. അപ്പം നമുക്ക് ഈ 35 വായിച്ചെന്ന് ഇവിടെ നിർത്താം. അല്ലെങ്കിൽ ഇനി 5-6 ശ്ലോകം ഒന്നിച്ച്, കുറേ ശ്ലോകങ്ങൾ ഒന്നിച്ചാണ്, 6 അതിലധികം. അപ്പം ഇന്ന് നമുക്ക് നാളെ ചെയ്യാം. ഹനുമന്തം പുരസ്കൃത്യ യുവരാജം തഥാംഗദം രാമസുഗ്രീവയോരഗ്രേ. മുമ്പിലേ നിപേതുർഭുവി സത്വരം. എല്ലാവരും ഏറ്റവും മുമ്പിൽ ഹനുമാൻ, പിന്നെ അംഗദൻ, അങ്ങനെ ബാക്കി എല്ലാ പ്രമുഖന്മാരെല്ലാവരും കൂടി ശ്രീരാമൻ്റെ മുമ്പിൽ അങ്ങോട്ട് എത്തി നമസ്കരിച്ചു. അവിടെ നേരെ വീണു, മുമ്പിൽ ചെന്ന് വീണു നമസ്കരിച്ചു എന്നാവാം. അത് കഴിഞ്ഞ് നമുക്കിന്ന് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത
ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.